നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ജ്ഞാനത്തിന് വേണ്ടിയാണ് ഈ ദിവസം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. വിവേകവും ജ്ഞാനവും നമ്മളിലേക്ക് നിറയപ്പെടാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ യാചിക്കുകയും ചെയ്യാം. ഓ ദൈവമേ, അങ്ങയുടെ ചൈതന്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഓ യേശുവേ, അങ്ങയുടെ ആത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ. ആത്മാവേ, ദൈവത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാം. ദിവ്യമാം ദാനങ്ങളാൽ ഹൃദയം തുറന്ന് നവ്യരായി മാറ്റണമേ. യേശുവേ, അങ്ങയുടെ ചൈതന്യം നൽകണമേ. യേശുവിൻ ചൈതന്യമേ ഞങ്ങളിൽ ഒഴുകണമേ ആത്മാവേ, നിറഞ്ഞിടണേ. ഞങ്ങളിലേക്ക് നിറയണമേ പരിശുദ്ധാത്മാവേ. ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ ആത്മാവേ. നവ്യരായി മാറ്റണമേ. പ്രാർത്ഥിക്കുന്നു, ആത്മാവിനോട് പ്രാർത്ഥിക്കുന്നു. ആത്മാവാം ചൈതന്യമേ ഞങ്ങളിൽ പ്രാർത്ഥിക്കട്ടെ. നിറഞ്ഞിടണേ. നവമായ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നവ്യരായി മാറ്റണമേ. ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ ചൈതന്യം നമ്മളിലേക്ക് വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അവിടുന്ന് എനിക്ക് ജ്ഞാന ചൈതന്യം നൽകി. ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ ചൈതന്യമേ ഞങ്ങളിലേക്ക് അഭിഷേകമായി നിറയണമേ. വിവേകത്തിന്റെ ചൈതന്യമേ ഞങ്ങളിലേക്ക് വിവേകമായി നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ദിനവൃത്താന്തങ്ങളുടെ 2-ാമത്തെ പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ സോളമൻ ദൈവസന്നിധിയിലേക്ക് വന്ന് സമാഗമ കൂടാരത്തിൽ ദൈവത്തെ ആരാധിക്കുകയും അതിനുശേഷം ദൈവമായ കർത്താവിൻ്റെ ദർശനം സോളമൻ ഉണ്ടാവുകയും ചെയ്ത ഒരു മനോഹരമായ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം സോളമനോട് ചോദിച്ചു, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? സോളമൻ ഉടൻ തന്നെ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എനിക്ക് ജ്ഞാനവും വിവേകവും നൽകണമേ. ഈ ജനത്തെ നയിക്കുവാനുള്ള ജ്ഞാനവും വിവേകവും എനിക്ക് നൽകണമേ എന്ന് സോളമൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന് സോളമൻ്റെ പ്രാർത്ഥന ഇഷ്ടപ്പെട്ടു. ദൈവം സോളമനോട് പറഞ്ഞു, കൊള്ളാം, നീ എന്നോട് ധനമോ പ്രശസ്തിയോ ശത്രു സംഹാരമോ അല്ല നീ ചോദിച്ചത്, നീ ജ്ഞാനമാണല്ലോ ചോദിച്ചത്. അതുകൊണ്ട് ഞാൻ നിനക്ക് ജ്ഞാനവും വിവേകവും നൽകുന്നു. ദൈവം പറയുകയാണ്, അതുകൊണ്ട് ഞാൻ നിനക്ക് ജ്ഞാനവും വിവേകവും നൽകുന്നു. കൂടാതെ ധനവും മറ്റു സമ്പത്തും പ്രശസ്തിയും നിനക്ക് ഞാൻ നൽകുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തോട് നമ്മൾ ചോദിക്കണം, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടാൻ വേണ്ടി ചോദിച്ച് പ്രാർത്ഥിക്കണമെന്ന് ദൈവമായ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. വീണ്ടും ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ ഇപ്രകാരം പഠിപ്പിക്കുന്നു, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, എനിക്ക് ജ്ഞാന ചൈതന്യം ലഭിച്ചു.
ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വിവേകം നൽകുന്നവനാണ് എൻ്റെ ദൈവം. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുത്തെ ജ്ഞാനത്തിൻ്റെ ചൈതന്യം എന്നിലേക്ക് അഭിഷേകമായി ഒഴുക്കുന്നവനാണ് ദൈവം. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ യാക്കോബിന്റെ ലേഖനത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ തിരുവാക്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യാക്കോബ് ശ്ലീഹായിലൂടെ പഠിപ്പിക്കുന്നത്, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവിടുന്ന് അതവന് നൽകും. ഇത് വലിയൊരു വാഗ്ദാനമാണ്, ദൈവത്തിന്റെ വലിയ വാഗ്ദാനമാണത്. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, ദൈവത്തോട് ചോദിക്കട്ടെ, അവിടുന്ന് അതവന് നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തോട് ചോദിക്കുമ്പോൾ പണവും സമ്പത്തും പ്രശസ്തിയും അല്ല ചോദിക്കേണ്ടത്. അതിനെല്ലാം അപ്പുറത്ത് ജ്ഞാനത്തിന് വേണ്ടി ചോദിക്കണം, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, വിവേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം നിശ്ചയമായും നമുക്ക് ജ്ഞാനവും വിവേകവും നൽകാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. എനിക്കറിയാം, സ്കൂളിലൊക്കെ പഠിക്കുന്ന ധാരാളം കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തിൽ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ കുറയുമ്പോൾ അവരവരുടെ പുസ്തകമെടുത്ത് തമ്പുരാന്റെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ച്, ഓ ദൈവമേ എനിക്ക് ജ്ഞാനം നൽകണമേ, ഓ ദൈവമേ എനിക്ക് ജ്ഞാനത്തിൻ്റെ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയും ദൈവം ജ്ഞാനം കൊണ്ട് അവരെ നിറയ്ക്കുകയും ചെയ്ത ധാരാളം അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവത്തോട് ചോദിക്കണം. ദൈവം നിശ്ചയമായും നമുക്ക് ജ്ഞാനം നൽകും. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ 6-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു, എൻ്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുവിൻ, അവയോട് തീവ്രാഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. ദൈവം പറയുക, ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു അഭിനിവേശം നമുക്കുണ്ടാകുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തോട് ഒരു അഭിലാഷം നമ്മളിൽ ജനിക്കുമ്പോൾ ദൈവം ജ്ഞാനം നമുക്ക് നൽകും. ദൈവത്തിൻ്റെ വചനത്തോടുള്ള തുറവിയും ദൈവത്തിൻ്റെ വചനം പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള വലിയ ആഗ്രഹവും നമ്മളിൽ നിറയുമ്പോൾ അതോടൊപ്പം തന്നെ ദൈവം നമുക്ക് ജ്ഞാനവും നൽകുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. വചനത്തോടുള്ള തീവ്ര അഭിലാഷം നമ്മളിൽ നിറയപ്പെടുമ്പോൾ ജ്ഞാനത്തിൻ്റെ പുത്തൻ ചൈതന്യം ദൈവം നമുക്ക് നൽകി നമ്മളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവത്തോട് തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബത്തെ വേണ്ട രീതിയിൽ നയിക്കുവാനുള്ള ജ്ഞാനം നമ്മളിൽ നിറയാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു പുതിയ കോഴ്സിന് ചേർക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ഓ ദൈവമേ എനിക്ക് ജ്ഞാനം നൽകണമേ, വിവേകം നൽകണമേ, ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഏത് കോളേജിലാണ് ചേർക്കേണ്ടത്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ചേർക്കേണ്ടതെന്നുള്ള ഒരു ജ്ഞാനത്തിൻ്റെ അഭിഷേകം എനിക്ക് നൽകണമേ എന്ന് ഓരോ മാതാപിതാക്കളും പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ മക്കളും ദൈവത്തോട് പ്രാർത്ഥിക്കണം, ഓ ദൈവമേ ഒരു പുതിയ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുകയാണ് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ, എനിക്ക് ജ്ഞാനം നൽകണമേ, വിവേകം നൽകണമേ. ചോദിക്കുക, നിശ്ചയമായും നിന്റെ ദൈവം നിനക്ക് ജ്ഞാനം നൽകാൻ മതിയായവനാണ്, അവിടുന്ന് അത് നിർബന്ധമായും നിശ്ചയമായും നിനക്ക് നൽകും. നമുക്ക് പ്രാർത്ഥിക്കാം, ഓ ദൈവമേ അങ്ങയുടെ ജ്ഞാനം കൊണ്ട് ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ, ഓ പരിശുദ്ധാത്മാവേ വിവേകവും ജ്ഞാനവും ഞങ്ങളിലേക്ക് സമൃദ്ധമായിട്ട് വർഷിക്കണമേ. സ്ലീഹന്മാരെ പൂരിതരാക്കിയ പരിശുദ്ധാത്മാവേ, ഉണർവും ശക്തിയും ജ്ഞാനവും വിവേകവും എല്ലാം അങ്ങ് ഞങ്ങളിലേക്ക് വർഷിക്കണമേ. പ്രാർത്ഥിക്കുന്നു, ദാഹിച്ചു പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ജ്ഞാനവും ഉണർവും ശക്തി വിവേകവും ഉള്ളു തുറന്ന് മനസ്സ് തുറന്ന് ജ്ഞാനം നൽകണമേ ആത്മാവേ, ജ്ഞാനവും ഉണർവും ശക്തി നൽകണമേ ആത്മാവേ, വിവേകവും നൽകണമേ. ആത്മാവിനെ അയക്കണമേ, ആത്മാവിനെ അയക്കണമേ, ആത്മാവേ അയക്കണമേ. ഹൃദയങ്ങൾ ജ്വലിച്ച് പ്രാർത്ഥിക്കുന്നു. മനസ്സ് തുറക്കട്ടെ, ഹൃദയം തുറക്കട്ടെ, ആത്മാവിനെ ഉണർന്ന് പ്രാർത്ഥിക്കട്ടെ, അഭിഷേകത്തോടെ പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു, കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ ആത്മാവിനെ വർഷിക്കണമേ, ജ്ഞാനവും അറിവും നൽകണമേ, വിവേകം
അഭിഷേകം നൽകണമേ ദൈവമേ. വൻകൃപകൾ പ്രാർത്ഥിക്കുന്നു, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു, മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, ജ്ഞാനമായി ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ മാറാനാത്ത. ഇന്ന് നമ്മൾ കർത്താവായ ഈശോയോട് പ്രാർത്ഥിക്കുന്നത് പലതരത്തിലുള്ള ദുശ്ശീലങ്ങളിൽ നിന്നും തഴക്കദോഷങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് മദ്യപാനത്തിൻ്റെയും പുകവലിയുടെയുമായ എല്ലാ ബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതലിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെ സ്വഭാവത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ സ്വഭാവ വൈകൃതങ്ങളെയും കർത്താവായ യേശു ക്രിസ്തുവിന് സൗഖ്യപ്പെടുത്താൻ കഴിയും. ഈ നിമിഷങ്ങളിൽ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങളുടെ തകർന്ന സ്വഭാവങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. നിയന്ത്രണാതീതമായ മദ്യാസക്തി, നിയന്ത്രണാതീതമായ ലഹരിയുടെ അടിമത്തങ്ങൾ, നിയന്ത്രണാതീതമായ ദുർമോഹങ്ങൾ, ഈ മേഖലകളിൽ അവിടുന്ന് വന്ന് ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. ഈ സമൂഹത്തിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ അത്ഭുത ശക്തിയിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിൻ്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തി യേശുവേ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് എല്ലാ തരത്തിലുള്ള ദുർമോഹങ്ങളിലേക്കും കർത്താവിൻ്റെ ശക്തിയെ വിളിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മദ്യപാന ദുരാസക്തികളിലേക്കും കർത്താവിൻ്റെ ശക്തിയെ വിളിക്കാം. ലഹരിയുടെ അടിമത്തങ്ങളുള്ളവർ കർത്താവിനെ വിളിക്കട്ടെ. ഹാൻസ് ഉപയോഗിക്കുന്നവർ കർത്താവിനെ വിളിക്കട്ടെ. പാൻപരാഗ് ഉപയോഗിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾ കർത്താവിനെ വിളിക്കട്ടെ. ഓരോ തരത്തിലുള്ള ലഹരി വസ്തുക്കൾക്കും കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമകളായിട്ടുള്ളവർ ഇപ്പോൾ കർത്താവിനെ വിളിക്കട്ടെ. അങ്ങനെയുള്ള വ്യക്തികളുടെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ കർത്താവിനെ വിളിക്കട്ടെ. കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് അത്ഭുത ശക്തി പുറപ്പെട്ട് വലിയ വിടുതലും വലിയ സൗഖ്യവും അങ്ങനെയുള്ള ജീവിതങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപരിക്കട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അത്ഭുത ശക്തി പ്രവഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കെട്ടുകൾ അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ചങ്ങലകൾ മുറിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കോട്ടകൾ തകരട്ടെ. പാരമ്പര്യമായി മദ്യപാന ദുരാസക്തിയുള്ളവർ, പാരമ്പര്യമായി മദ്യപിക്കുന്ന സ്വഭാവമുള്ളവർ, പാരമ്പര്യമായി മദ്യപാന ബന്ധനത്തിൽ കുടുങ്ങി കിടക്കുന്ന വംശത്തിലുള്ളവർ ഇപ്പോൾ യേശുവിനെ വിളിക്കട്ടെ. യേശുവിനെ വിളിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് മദ്യത്തിൻ്റെ ദുരാസക്തി ഒഴിഞ്ഞു പോകട്ടെ. കുടുംബത്തിൽ നിന്ന് തിന്മയുടെ ആധിപത്യങ്ങൾ തകർന്നു പോകട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. മദ്യാസക്തിയും ജടികാസക്തിയും യേശുവിൻ നാമത്തിൽ തകരട്ടെ. ഇപ്പോൾ തകരട്ടെ. മദ്യാസക്തിയും ജടികാസക്തിയും യേശുവിൻ നാമത്തിൽ തകരട്ടെ. വിട്ടുമാറി പോകട്ടെ. മദ്യാസക്തിയും ജടികാസക്തിയും യേശുവിൻ നാമത്തിൽ തകരട്ടെ. നാഥാധിനാഥനാം മിശിഹാനാഥ നിൻ നാമം ഭൂവിലെങ്ങും നിറയട്ടെ. നാഥാധിനാഥനാം മിശിഹാനാഥ നിൻ നാമം ഭൂവിലെങ്ങും നിറയട്ടെ. ഓരോ കുടുംബങ്ങളെ സ്പർശിക്കണമേ കർത്താവേ. ഓരോ ഹൃദയങ്ങളെ സ്പർശിക്കണമേ കർത്താവേ. ഓരോ വംശങ്ങളെ സ്പർശിക്കണമേ കർത്താവേ. എത്ര ശ്രമിച്ചിട്ടും മദ്യപാനത്തിൽ നിന്ന് മോചനം ഇല്ലാത്തവരെ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ. എത്ര ശ്രമിച്ചിട്ടും ലഹരി വസ്തു അടിമത്തിൽ വിട്ടുപോകാത്തവരെ ഇപ്പോൾ സ്പർശിക്കണമേ. അതിന്റെ ദുർഭൂത ശക്തികളെ ഇപ്പോൾ യേശുവേ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ തകർക്കുന്നു. നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുർവാസനയും ക്ഷുദ്രവിപകരട്ടെ. തകരട്ടെ. ദുർവാസനയും ക്ഷുദ്രവിപത്തും യേശുവിൻ നാമത്തിൽ തകരട്ടെ. വിട്ടുമാറി പോകട്ടെ. ദുർവാസനയും ക്ഷുദ്രവിപത്തും യേശുവിൻ നാമത്തിൽ തകരട്ടെ. ദുർവാസനയും ക്ഷുദ്രവിപത്തും യേശുവിൻ നാമത്തിൽ തകരട്ടെ. നാഥാധിനാഥനാം മിശിഹാനാഥ നിൻ നാമം ഭൂവിലെങ്ങും നിറയട്ടെ. നാഥാധിനാഥനാം മിശിഹാനാഥ നിൻ നാമം ഭൂവിലെങ്ങും നിറയട്ടെ. ജടികാസക്തിയും ദുർമോഹങ്ങളും യേശുവിൻ നാമത്തിൽ തകരട്ടെ. ജടികാസക്തിയും ദുർമോഹങ്ങളും യേശുവിൻ നാമത്തിൽ തകരട്ടെ. ജടികാസക്തിയും ദുർമോഹങ്ങളും യേശുവിൻ നാമത്തിൽ തകരട്ടെ. ജടികാസക്തിയും ദുർമോഹങ്ങളും
യേശുവിൻ നാമത്താൽ തകരട്ടെ. നാമത്തിൽ അത്ഭുതം. നാഥാദിനാഥനാം മിശിഹാനാഥ നിൻ നാമം ഭൂവിലെങ്ങും നിറയട്ടെ. നാഥാദിനാഥനാം മിശിഹാനാഥ നിൻ നാമം ഭൂവിലെങ്ങും നിറയട്ടെ. ഈ നിമിഷങ്ങളിൽ എല്ലാ ദൈവമക്കളും, എല്ലാ കുടുംബങ്ങളും, എല്ലാ വംശങ്ങളും ഇപ്പോൾ യേശു ക്രിസ്തുവിന് അത്ഭുത ശക്തി വ്യാപരിച്ച് കുടുംബങ്ങളും വംശങ്ങളും വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹത്തോടെ യേശുവിനെ വിളിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യങ്ങൾ വർഷിക്കപ്പെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒട്ടിക്കരഞ്ഞ് യേശുവിനെ വിളിക്കട്ടെ. ഹൃദയം തുറങ്ങി യേശുവിനെ വിളിക്കട്ടെ. വലിയ വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. യേശുവിന്റെ നാമത്തിൽ മദ്യപാന ആസക്തികൾ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മദ്യാസക്തിയും ജഡികാസക്തിയും യേശുവിൻ നാമത്താൽ തകരട്ടെ. മദ്യാസക്തിയും ജഡികാസക്തിയും യേശുവിൻ നാമത്താൽ തകരട്ടെ. നിറയട്ടെ, ഞങ്ങൾ നിറയട്ടെ. യേശുവിൻ ശക്തിയാൽ നിറയട്ടെ. നിറയട്ടെ, ഞങ്ങൾ നിറയട്ടെ. യേശുവിൻ ആത്മാവാൽ നിറയട്ടെ. ഹല്ലേലൂയ മറനാഥാ. എൻ്റെ പേര് റോസമ്മ. ഞാൻ താഴക്കോട് നിന്ന് വരുന്നു. എനിക്ക് പച്ചവെള്ളത്തിൽ കുളിക്കാൻ സാധിക്കുകയില്ല. ഒരു കപ്പ് വെള്ളമെങ്കിലും എൻ്റെ ദേഹത്ത് വീണാൽ അന്നേരം മുതൽ നീര് കയറും. നാളായിട്ട് അങ്ങനെയുള്ളതാ. ശബ്ദം ഉണ്ടാകാതിരിക്കും. 10 വർഷമായിട്ട് ഞാൻ ചൂടുവെള്ളത്തിൽ തന്നെയാണ് കുളിക്കുന്നത്. ഇവിടെ വന്ന അന്ന് മുതൽ ഇന്ന് വരെ പച്ചവെള്ളത്തിൽ കുളിച്ചു. എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. വളരെ സുഖമാണ് എനിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ച് സ്വയമാകപ്പെടുത്താം സന്തോഷത്തോടെ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. കരങ്ങൾ കോർത്ത് പിടിച്ച്. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അത് ചിന്തയിലടങ്ങാം സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എൻ്റെ പേര് സിസിലി, സ്ഥലം നിലമ്പൂർ. എൻ്റെ ഒരു ചെവിക്ക് കേൾവിയില്ലായിരുന്നു. പക്ഷേ എന്നാ കേൾക്കാത്തതായെന്ന് എനിക്കറിയില്ല. കേൾവിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഏകദേശം ഒരു 12 കൊല്ലമൊക്കെ ആയിട്ടുണ്ട്. കാരണം ഫോണൊക്കെ അന്നായിരുന്നു ഇങ്ങനെ നിരത്തി വന്ന കാലം. അപ്പോൾ ആ എങ്ങനെ കേൾവിയില്ലെന്ന് മനസ്സിലാക്കി? ഇങ്ങനെ ഫോൺ എടുത്തപ്പോൾ എന്താ പ്രശ്നം ഉണ്ടായത്? ഫോൺ എടുക്കുമ്പോൾ ഈ ചെവി വെച്ചാൽ ഒന്നും കേൾക്കത്തില്ല. അപ്പോൾ എൻ്റെ വിചാരം ഫോൺ ഇങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് വിളിക്കാത്ത അറിയത്തില്ലാത്തത് കൊണ്ടായിരിക്കും, അങ്ങനെയൊക്കെ ഞാൻ കരുതിയത്. പിന്നെ എങ്ങനെയോ ഒരു ദിവസം ഈ ചെവി വെച്ചപ്പോൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചേ, അപ്പോൾ ഇങ്ങോട്ടുള്ളവർ പറയാം എന്താ ഞാൻ വിളിച്ചിട്ടൊന്നും മിണ്ടാഞ്ഞ് എന്താ ഒന്നും പറയാഞ്ഞെന്നൊക്കെ ചോദിക്കലുണ്ടേ. അപ്പോൾ എനിക്കൊന്നും കേട്ടില്ല, എൻ്റെ ചെവി അടഞ്ഞിരിക്കും, ജലദോഷമായിരിക്കും, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേങ്കിൽ ഈ ചെവി സ്ഥിരമായിട്ടും കേൾക്കാത്ത നിറഞ്ഞ കാലം തുടങ്ങി എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ മക്കളോടൊക്കെ പറയും, നിങ്ങൾക്ക് വയസ്സാകുമ്പോൾ എന്നെ കുറ്റം പറയാൻ നല്ല എളുപ്പമാണ്, കാരണം എനിക്ക് ഒരു ചെവിയേ കേൾക്കത്തുള്ളൂ. അപ്പോൾ പോകുമ്പോൾ തന്നെ ഞാൻ എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ എൻ്റെ മക്കൾ എന്നെ കളിയാക്കി വിടും. അമ്മ ഇപ്പുറത്തിരിക്കുന്ന സൈഡിലുള്ളവരോട് ചോദിച്ചാൽ അമ്മ ഒന്നും മിണ്ടരുത്, അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ അല്ലെങ്കിൽ പരിചയമുള്ളൊരു കരുതിയല്ലേ ഇവരോട് ഞാൻ എന്തൊക്കെ ചോദിച്ചിട്ട് ഇവരെന്താ ഒന്നും മിണ്ടാത്തതെന്ന് പറയല്ലേ. പക്ഷേ എത്രയോ പ്രാവശ്യം എൻ്റെ ദൈവമേ ഞാൻ ഈ ചെവി ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് പരിചയക്കാർ വർത്താനം പറയുമ്പം ഇവിടെ ഇരുന്ന് പറയുന്ന വർത്താനം ഞാൻ ഈ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ അച്ഛൻ്റെ ഞാൻ കൗൺസിലിങ്ങിന് പോയപ്പോൾ ആ LC ബേബി എന്നൊരു ചേച്ചിയാണ് എന്നെ കൗൺസിലിങ് ചെയ്തത്. പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, ആർക്കാ വീട്ടിൽ ചെവി കേൾവിയില്ലാത്തത്, കർത്താവ് സ്പർശിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു.
അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് തന്നെയാണ് വീട്ടിൽ കേൾവിയില്ലാത്ത, പക്ഷെ കേൾക്കുന്നില്ല എന്നുള്ള വിഷമമില്ല, ഒരു ചെവി കേൾക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ ഞാൻ അതിന് മരുന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഇരുന്ന് അപ്പം പറഞ്ഞു ശക്തിയായിട്ട് പ്രാർത്ഥിക്കുക, കർത്താവ് സ്പർശിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തെ സ്തുതിപ്പിൻ്റെ ഇവിടെ വന്നപ്പോൾ എനിക്ക് നല്ലോണം ചെവി കേൾക്കാൻ പറ്റി. എന്നിട്ട് ഞാൻ ഈ ചെവി ആ സ്തുതി അടച്ചു പിടിച്ചിട്ട് ഈ ചെവി കൊണ്ട് കേൾക്കും. ഇപ്പം എന്നും എനിക്കത് പരിശോധിക്കില്ല സമയം. എപ്പോഴും ഞാൻ ഈ വശത്തിരിക്കുന്ന ഹല്ലേലൂയ പറയുന്നുണ്ടെന്നോ കേൾക്കും, ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനപ്പോൾ പറഞ്ഞു ചെവിക്ക് കേൾവിയില്ലാത്തൊരു മകളെ കർത്താവ് സ്പർശിക്കുന്നു എന്ന് പറഞ്ഞു. അത് ഞാൻ തന്നെയാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. പിന്നെ എപ്പോഴും നോക്കി എനിക്ക് ചെവി ഇപ്പോൾ കേൾക്കുന്നുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ച് സ്വയം ആദരവ്. സന്തോഷത്തോടെ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. പെരുമഴ പോലും പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ.